ഹേ ഗൈസ്, ഞാൻ വന്നിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറേ മാർക്കറ്റ് റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഈ ക്രെഡിറ്റ് കാർഡിലോട്ട് ഫൈനലി എത്തിയത്. എനിക്ക് ഈ കറന്റ് ഉള്ള കാർഡുകളെല്ലാം ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. പക്ഷെ ഞാനൊരു യാത്ര പോകുന്ന സമയത്ത് എനിക്ക് ലോഞ്ച് ആക്സസ് നോക്കിയ സമയത്ത് എൻ്റെ ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ്സിൽ ലോഞ്ച് ആക്സസ് കുറവാണ്. ഇതാണ് മേക്ക് മൈ ട്രിപ്പിന്റെ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ നിങ്ങൾ ഫ്രീക്വന്റ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഈ കാർഡ് ഓപ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. മേക്ക് മൈ ട്രിപ്പിന്റെ കാർഡ് വലിയൊരു ബോക്സിലാണ് വന്നിരിക്കുന്നത്. യൂഷ്വലി എല്ലാ ക്രെഡിറ്റ് കാർഡും വരുന്നത് ഒരു ഇല്ലന്റെ പേപ്പറിലായിരിക്കുമല്ലോ, പക്ഷെ ഇത് ഒരു വലിയൊരു ബോക്സിലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ നല്ലൊരു ഇംപ്രഷൻ ആണ്. ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല, അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആണ്. ഇത് കണ്ടോ, മേക്ക് മൈ ട്രിപ്പിന്റെ കാർഡ് അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് 2 കാർഡ് കാണിച്ചത്. ഞാൻ കൺഫ്യൂസ്ഡ് ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ 2 കാർഡ്, എനിക്ക് ഒരു കാർഡ് പോരെ എന്നൊക്കെ. പക്ഷെ ഇത് കണ്ടോ, മേക്ക് മൈ ട്രിപ്പിന്റെ 2 കാർഡും ഒരേ ചാർജേ ഉള്ളൂ, പക്ഷെ 2 കാർഡേ കിട്ടും. ഒന്ന് വന്ന് മാസ്റ്റർ കാർഡ്, ഒന്ന് വന്ന് റൂപേ കാർഡ്. മാസ്റ്റർ കാർഡ് വന്നിട്ട് നമുക്ക് രണ്ടിനും ഒരേ യൂസ് തന്നെയാണ്, പക്ഷെ റൂപേ കാർഡ് ആവുന്ന സമയത്ത് ഗൂഗിൾ പേയിൽ ലിങ്ക് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഇത് കണ്ടോ, ഇതാണ് മേക്ക് മൈ ട്രിപ്പിന്റെ കാർഡ്. ഒരു ബോക്സിനകത്ത് വീണ്ടും ഒരു ബോക്സ്. ഇത് കണ്ടോ, ഇതാണ് മേക്ക് മൈ ട്രിപ്പിന്റെ റൂപേ കാർഡ്. ഇത് കണ്ടോ, ഇതാണ് മേക്ക് മൈ ട്രിപ്പിന്റെ മാസ്റ്റർ കാർഡ്. ഈ 2 കാർഡിനും ഒരേ ചാർജാണ്, പക്ഷെ 2 കാർഡായിട്ട് എടുത്തതാണ്. ഇത് കൂടാതെ വലിയൊരു സർപ്രൈസും കൂടെ ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതിനോട് ഇങ്ങനെ കാർഡ് കിട്ടുന്നത്. ഇതാണ് ബോക്സ്. ഈ ബോക്സ് തുറക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ ഒരു സാധനമുണ്ട്. അതാണ് പ്രയോറിറ്റി പാസ്. ഇതുവരെ ഞാൻ പ്രയോറിറ്റി പാസ് കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പൊ ഈ കാർഡ് വെച്ച് നമുക്ക് ഇന്റർനാഷണൽ ഡൊമസ്റ്റിക്കും നമുക്ക് ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ 3 കാർഡ് കിട്ടും ടോട്ടൽ. നമുക്ക് ഒരു പ്രീമിയം എക്സ്പീരിയൻസ് കിട്ടും. ഈ കാർഡിൽ 1000 റുപ്പീസ് ആണ് ഇതിന്റെ ആനുവൽ ചാർജ് വരുന്നത്, പക്ഷെ നമുക്കത് വേവ് ഓഫ് ചെയ്ത് കിട്ടും. ഓരോ കൂപ്പൺ ആയിട്ടൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് നല്ലൊരു കാർഡാണ്. അപ്പോ പ്രൊമോഷൻ ഒന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എടുക്കുക. ഞാൻ ഇതുവരെ എനിക്ക് 5-6 ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഒരു ആവശ്യം വന്നപ്പോഴാണ് എനിക്ക് ലോഞ്ച് ആക്സസ് ഇല്ല എന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഞാൻ ഈ കുറെ മാർക്കറ്റ് റിസർച്ചിന് ശേഷമാണ് ഈ കാർഡ് ഓപ്റ്റ് ചെയ്തത്. അപ്പോ ഇത്രേ ഉള്ളൂ. ഈ കാർഡിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ബോക്സിനകത്ത് പ്രയോറിറ്റി പാസ് ഉണ്ട്. കൂടാതെ ഇതെന്തൊക്കെ ഡോക്യുമെന്റേഷൻ ആണ്. ഇതൊന്നും ആവശ്യമില്ല. വേറെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. ഇതുണ്ടോ, ഇവിടെ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നിരിക്കുന്നത്. ഇതൊരു മറ്റേ അവാർഡ് തരുന്ന പോലെയൊക്കെയാണ് ഇവരുടെ പാക്കേജ് ഉള്ളത്. ഓരോ ഹോട്ടൽ ബുക്കിനും 6% ഓഫർ ഉണ്ട്, 3% ഫ്ലൈറ്റ് ഡിസ്കൗണ്ട് ഉണ്ട്, എല്ലാ സ്പെൻഡിനും ഓരോ ശതമാനം ഡിസ്കൗണ്ട് വെച്ചിട്ടുണ്ട്. 4x മാർക്ക് അപ് ടു, അതൊന്നും ആവശ്യമില്ല, എനിക്കറിയില്ല. പിന്നെ കോംപ്ലിമെന്ററി മേക്ക് മൈ ട്രിപ്പിന്റെ ഗോൾഡ് മെമ്പർഷിപ്പ് ഉണ്ട്. 8 കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ച് ഉണ്ട്. അപ്പൊ അതിനാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ കാർഡ് എടുത്തത്. പിന്നെ അത് കൂടാതെ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 150 റുപ്പീസ് വരെ ഓരോ ബുക്കിങ്ങിനും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ വെർത്താണ് തോന്നി, അതുകൊണ്ടാണ് എടുത്തത്. കുറെ നാളത്തെ റിസർച്ചിന് ശേഷമാണ് ഒരു ഓൾ ഇൻ ഓൾ ക്രെഡിറ്റ് കാർഡ് നിൽക്കണം എന്നുള്ള ഇതിൽ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ എല്ലാം കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തത്. Thanks for watching this video.